സംസ്ഥാനത്ത് 3 നാൾ കൂടി അതിശക്തമായ മഴ തുടരും. ഇന്നത്തെ റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. അടുത്ത 3 ദിവസം 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോവരുത്. മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അലക്സ് സലാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. അലക്സ്, ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കൂടി 11 മണിയോടെ മട്ടു മാറുന്നുണ്ട്. അപ്പോൾ തുടർ ദിവസങ്ങളിൽ നല്ല മഴ എന്നല്ലേ കരുതേണ്ടത്? ഹാഷ്മി, അതെ. അതായത് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ശക്തമായ മഴ ലഭിക്കുകയാണ്. തിരുവനന്തപുരത്ത് രാവിലെ മഴ മാറി നിന്നൊരു സമയമായിരുന്നു. പുലർച്ചെ മഴ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ പകൽ സമയത്ത് ഏതാണ്ട് ഉച്ചവരെ മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. നഗര ഗ്രാമീണ മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ട്. ആ തരത്തിൽ അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. നേരത്തെ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ തമിഴ്നാട് തീരത്തൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. സമാനമായി തന്നെ അറബിക്കടലിൽ വടക്കൻ കേരള തീരത്തും മറ്റൊരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 3 ദിവസം അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിൽ പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഇങ്ങനെയാണ്. അടുത്ത 3 ദിവസവും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മലയോര ജില്ലകളിൽ മഴ കനക്കാനാണ് സാധ്യത. മലയോര മേഖലയിൽ അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശമുള്ളത് കേരള തീരത്ത് നിന്ന് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ കൃത്യമായി പാലിക്കണം. കർശന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. അലക്സ് സലാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു ദിവസം കടലിൽ പോകാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാമെങ്കിൽ കൂടിയും അത് കൃത്യമായി കർശനമായി തന്നെ പാലിക്കണം. കടലിൽ പോകരുത്. അത് ജീവന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നിന്ന് മത്സ്യത്തൊഴിലാളി സഹോദരന്മാരോട് കൂടി അഭ്യർത്ഥിക്കുകയുമാണ്.